ഹായ് ഹലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു. അതിൻ്റെ പേരിൽ എന്നെ തെറി വിളിച്ചവന്മാരോട് ഇപ്പോൾ എനിക്ക് നന്ദിയേ പറയാനുള്ളൂ. കാരണം ഞാൻ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് കയറി പിടിക്കത്തില്ലായിരുന്നു. റാപ്പർ ഹിരൺദാസ് മുരളി ഇനി മുതൽ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാൻ പറ്റൂ. അദ്ദേഹത്തിനെതിരെ ഗിരിവർഗ വേദർ മഹാസഭ എന്ന സമുദായ സംഘടന കേസ് കൊടുത്തു. ജാതിപ്പേര് ദുരുപയോഗം ചെയ്ത് ആ സമുദായത്തെ അപമാനപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊല്ലം മുനിസിപ്പൽ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിരൺദാസ് മുരളി എന്ന റാപ്പർക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ നോട്ടീസിൽ പറയുന്നത് ഇനി മുതൽ റാപ്പ് സംഗീത നിശകളിൽ ആ സമുദായത്തിൻ്റെ പേര് ഉൾപ്പെടുത്താൻ പറ്റില്ല. ആ സമുദായത്തിൻ്റെ പേരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അയാൾ പാടുന്നതിനെ വിലക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത്. കഞ്ചാവ് കേസിലും മീറ്റു ആരോപണത്തിലും ഉൾപ്പെടെ അകപ്പെട്ടപ്പോഴും ഇയാളുടെ യഥാർത്ഥ പേരിന് പകരം സമുദായത്തിൻ്റെ പേരാണ് മാധ്യമങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയത്. അതിൻ്റെ മൂലം സമുദായത്തിനുണ്ടായ നാണക്കേടിനെ തുടർന്നാണ് സമുദായ സംഘടന രംഗത്ത് വന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കഞ്ചാവ് കേസിനും മീറ്റു ആരോപണത്തിനും ഒക്കെ ശേഷം പുതിയൊരു കേസിലേക്ക് അയാൾ ചെന്ന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്നാലും ഈ കേസ് നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ ഇയാളുടെ ഭാഗം കേട്ട ശേഷമേ കോടതി വിധിയൊക്കെ തീരുമാനിക്കത്തുള്ളൂ. എന്തായാലും അതുവരെ സംഗീത നിശകളിൽ ഇത്തരം പേരുകൾ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കണമെങ്കിൽ ആരും ചെന്ന് വെച്ച് കോടതിയിലെ ജഡ്ജിമാരുടെയൊക്കെ തന്തയ്ക്കും നിളയ്ക്കും വിളിക്കല് കോടതി ഇലക്ഷത്തിൽ പിടിച്ച് അവരെ അകത്തിടും. അത് ലക്ഷക്കണക്കിന് ആളുകളെയൊക്കെ അത്യാവശ്യം കുത്തിക്കൊള്ളിക്കാൻ പറ്റുന്ന ജയിലുകളൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പോരെങ്കിൽ അടുത്ത സംസ്ഥാനങ്ങളിലുണ്ട്. നമ്മുടെ PFIക്കാരൊക്കെ ഇപ്പോൾ പോയി കിടക്കുന്നുണ്ട്. അതേപോലെ പോയി കിടക്കേണ്ടത്.